Keerthana right here. So ഈ വ്ളോഗ് എന്ന് പറയുന്നത് കുറച്ച് നാൾ മുന്നേ ഞാനൊരു യൂറോപ്പ് ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓരോ സ്ഥലങ്ങളും ഞാൻ ഓരോരോ വ്ളോഗ്സ് ആയിട്ട് ഒരു സീരീസ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ വ്ളോഗ്. സോ ലാസ്റ്റ് നമ്മൾ കണ്ടത് നെതർലൻഡ്സിലെ മഡ്യൂറോ ഡാം എന്ന ബ്യൂട്ടിഫുൾ ഗാർഡൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയ കൺട്രിയാണ് ബെൽജിയം. സോ ബെൽജിയത്തിൽ ഞങ്ങൾക്ക് വളരെ കുറച്ച് സ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ that short stay was so beautiful that I wanted to share this memory with you all right now. So now let's get on to the vlog. Okay, let's go. It's lunch time. You ഉറക്കം വന്നിട്ട് ബസ്സിൽ നിന്ന് നല്ല ഉറക്കായിരുന്നു. Okay, and this is an interesting restaurant. Chinese ആണ്. See, it's ഒരു റിവറിൻ്റെ തീരത്താണ്. നല്ല ലൊക്കേഷനാണ് രസം കാണാൻ. I'll show you. ഇത്രയും ഓതൻറ്റിക് ചൈനീസിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചോപ്സ്റ്റിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെ കഴിക്കുന്ന ഐഡിയയില്ല. ചൈനീസ് ഡിംസം റെസ്റ്റോറൻറ്റ്. ചൈനീസ് ചിക്കനാണ്, ചിക്കനും റൈസും. ചൈനീസ് അല്ലേ, നോക്കാം. ചോപ്സ്റ്റിക്സിനൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ചിക്കൻ, സോയയും പിന്നെ എന്താണ് ബീഫ് ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. മുഴുവൻ ഐറ്റംസ്. ഐ തിങ്ക് അതെന്താണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ഫോർക്ക് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ചോപ്സ്റ്റിക്സ് ആണുള്ളത്. നല്ല വിശപ്പുണ്ട്. പറഞ്ഞ പോലെ റോട്ടർഡാമിലാണ് ആക്ച്വലി ഈ റെസ്റ്റോറൻറ്റ്. ഈ പറഞ്ഞ പോലെ ഒരു റിവർ സൈഡാണ്. ഒരു നൈസ് ചൈനീസ്, ഒരു പ്രത്യേക ഫ്ലേവറായിരുന്നു. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ചേച്ചി ആ പോകുന്ന ചേച്ചി ഈ അടിപൊളി BMW വന്നിവിടെ പാർക്ക് ചെയ്തു. അമ്മേ നാരായണ. മാറ്റ് ബ്ലാക്ക്, ഫുള്ളി മാറ്റ്. ഇറ്റ് വാസ് റിയലി നൈസ്. നമ്മളിനിയിപ്പോൾ ബ്രസൽസ്, ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലിലേക്ക് പോവാണ്. It's a long drive, I guess. അവിടെ എന്തൊക്കെയോ സൈറ്റ് സീയിങ് ഉണ്ട്. And we'll be staying at Belgium today. അപ്പോൾ ഇതാണ് അറ്റോമിയം at Brussels, Belgium. നമുക്കിവിടെ അധികം സമയമില്ല. So we are rushing out. This looks humongous, huge and beautiful. ഒരു രക്ഷയില്ല. Up close view I cannot actually go there because we have less time and rush to the next place. Okay, so let's go. We are at Brussels. അല്ലേ? അതെ. Music is the answer, not war. Oh my god, that is something I wanted to see. ഇതൊരു നല്ല അടിപൊളി സിറ്റി സെൻറ്റർ പോലെ ഉണ്ട്. The light here is holy. Too damn good. We are actually rushing again. നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടി on the way. ഇവിടെ വണ്ടികളൊന്നും ഇല്ല അല്ലേ? നല്ല സൂപ്പർ. നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. കറക്റ്റ് മഹാരാജ സദസ് പോലെ ഉണ്ടല്ലോ. അങ്ങനെ ബെൽജിയത്തിൽ നിന്നും ഇവിടെ പറയുന്നു. ഇവിടെ പറയണല്ലോ, നമ്മളിവിടെ സ്റ്റേ ആണല്ലേ. സോറി, ഓരോ കൺട്രി മാറി വരുമ്പോൾ ആ കൺഫ്യൂഷൻ ആവുകയാണ്. ലഞ്ച് നെതർലാൻഡ്സിലായിരുന്നു, ഡിന്നർ ബെൽജിയം. ഓ മൈ ഗോഡ്, നാളെ ലഞ്ച് ഫ്രാൻസ്, പാരീസിലായിരിക്കും. ഇറ്റ്സ് ഫൺ മാൻ. ഇവിടെ ഫുൾ സൈക്ലിങ്, ആൾക്കാരെ തടഞ്ഞ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അധികം ഇവിടെ വണ്ടികളില്ല ഈ ഒരു ഏരിയയിൽ. ഇറ്റ്സ് സോ നൈസ്. എങ്ങനെയുണ്ടമ്മ ബെൽജിയം? ഇഷ്ടപ്പെട്ടോ? ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല. മൊത്തം ഷെയറിംഗ് ആയിട്ടുള്ള ബിൽഡിങ്സ്. റൈറ്റ്.
പരിചയക്കാരാ? ഹലോ. എങ്ങനെ പരിചയം? ഞങ്ങള് ബ്രസലിൽ വന്നപ്പോ കണ്ടുമുട്ടി. ബന്ധുക്കളാവൂലേ? നമ്മൾ രണ്ട് ഇന്ത്യൻസ് ആയതുകൊണ്ട് we had a conversation. Yes, so നമ്മൾ ബ്രസൽസിന് നല്ല ഹെവി ഇന്ത്യൻ ഫുഡ് ഡിന്നർ കഴിച്ചിട്ട് പോവാണ്. നൈറ്റ് ലൈഫ് ഇസ് നൈസ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പറയുന്ന പോലെ എന്താ പറയാ, see the lights, buildings, people. Such like in a movie. എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് തണുപ്പുണ്ട്. പോവാൻ തോന്നുന്നില്ല, അതാണ് ഞങ്ങൾ ഇവിടെ കുറേ ഫോട്ടോ വീഡിയോ എടുത്തു. ഇവിടുത്തെ ആൾക്കാരെ അറ്റ്ലീസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. യൂറോപ്യൻസ് കുറച്ച് ഫ്രണ്ട്ലിയാണ്. വേറെ പിന്നെ പോയപ്പോ നമ്മളുടെ എന്താ ബ്രസൽസിലെ ഹോട്ടലിലാണ് ഇവിടെ സ്റ്റേ ഉള്ള ഹോട്ടൽ. സൂഷി റെസ്റ്റോറൻറ്റ് കൊള്ളാം. വളരെ വെയിറ്റിംഗ് ആണ് ഇവിടെ. Okay, let's go. Stay. Wow. They want to play. Yes guys, so ഞങ്ങൾ നെതർലൻഡ്സിന് ലഞ്ച് കഴിച്ചിട്ട് ബെൽജിയം കുറച്ചൊക്കെ ഒന്ന് കറങ്ങി. ആൻഡ് ദെൻ ബെൽജിയത്തിൽ ഒരു അടിപൊളി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഡിന്നറും കഴിച്ച് ബെൽജിയത്തിൽ തന്നെ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. സോ ആസ് യു സോ നല്ല വ്യൂ ഉള്ള ഹോട്ടലായിരുന്നു. ആൻഡ് ദെൻ ദി നെക്സ്റ്റ് ഡേ വി വർ ഓഫ് ടു ഫ്രാൻസ്. സോ ഫ്രാൻസിലത്തെ കാഴ്ചകൾ ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കാം. സോ ഇഫ് യു റിയലി ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് give it a big thumbs up and leave a comment on what you really liked about this video. Okay, and definitely share this video across to your friends who are looking for such travel experiences in Europe. And then marakkarudhu to subscribe to the channel because that really helps in growing the channel. Okay, so I will see you in the next vlog. This is Keerthana signing off. Take care. Bye bye.